തുടരുന്നു. ഇനി നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ്. 2025 ഡിസംബർ 22 ബുൾഡോസറുകളുടെ ശബ്ദം കേട്ടാണ് ബംഗളൂരുവിലെ യലഹങ്ക കൊഗിലു ഗ്രാമം ഉണർന്നത്. ഫക്കീർ കോളനിയിലും വസീം ലേഔട്ടിലും ബുൾഡോസർ കൈകൾ ആഴ്ന്നിറങ്ങി. 167 വീടുകൾ തകർത്തു. 1000-ലധികം പേർ മണിക്കൂറുകൾ കൊണ്ട് തെരുവിലാക്കപ്പെട്ടു. ഡിസംബറിന്റെ തണുപ്പിൽ കുഞ്ഞുങ്ങളും പ്രായമായവരും ഗർഭിണികളുമെല്ലാം വീടില്ലാത്തവരായി. നിറഞ്ഞ കണ്ണുകളാൽ നിസ്സഹായതയോടെ അവർ ലോകത്തെ നോക്കി. പുലർവെട്ടം മണ്ണിൽ പതിക്കാൻ സമയമായിട്ടില്ല. കോഴി കൂവാൻ ഒരുങ്ങുന്നേയുണ്ടായിരുന്നുള്ളൂ. പാതിമയക്കത്തിൽ അവർ ആ ശബ്ദം കേട്ടു. ബുൾഡോസറിന്റെ ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം. 5 JCBകൾ, 300-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ, ഒപ്പം BBMP സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ് അധികൃതരും. വന്നയുടൻ അവർ നാട്ടുകാരോട് കാര്യം പറഞ്ഞു. നിങ്ങളുടെ വീടുകൾ ഞങ്ങളിതാ തകർക്കാൻ പോകുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ വേഗം പുറത്തേക്ക് എടുത്തു മാറ്റുക. ചിന്തിക്കാനോ പ്രതികരിക്കാനോ സമയം ലഭിക്കും മുൻപ് നടപടികൾ തുടങ്ങിയിരുന്നു. സാധനങ്ങൾ എടുത്ത് പുറത്തേക്കിറങ്ങാൻ പോലും സാവകാശം ലഭിച്ചില്ല. ജീവിതരേഖകൾ പലതും വീട്ടിനുള്ളിലാണ്. നോക്കി നിൽക്കെ വീടുകളെല്ലാം നിലം പൊത്തി. വീടുകളിലായി താമസിച്ച 188 കുടുംബങ്ങളിലെ 1007 പേർ കുടിയൊഴിപ്പിക്കപ്പെട്ടു. അതിൽ 394 കുട്ടികളുണ്ടായിരുന്നു. 10 യുവതികൾ ഗർഭിണികളായിരുന്നു. കൊടും തണുപ്പിലും മഴ ഭീഷണിയിലും തകർന്ന വീട് തിരിഞ്ഞു നോക്കി കണ്ണീരണിഞ്ഞ് അവർ തെരുവിലേക്കിറങ്ങി. 30 വർഷമായി ഇവിടെ താമസിക്കുകയാണ്. ആധാർ, വോട്ടർ ID എല്ലാമുണ്ട്. ഒരു നോട്ടീസ് പോലും തന്നില്ല. സാധനങ്ങൾ എടുക്കാൻ കഴിയുന്നതിനു മുൻപേ വീട് പൊളിച്ചു. കുടിയേറ്റ മുസ്ലിം തൊഴിലാളികളാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും. ഇവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. കുട്ടികളെ ബുക്ക് കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് ഉള്ളത്. നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാർ രാവിലെ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടുത്തെ ഗവൺമെന്റ് തീരെ ഇവരെ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡയുടെ വസതിക്ക് മുന്നിൽ ഉൾപ്പെടെ വ്യാപക പ്രതിഷേധമുണ്ടായി. യാതൊരു ഫലവുമില്ല. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചുവെങ്കിലും ഇതുവരെ നടപ്പിലായിട്ടില്ല. മാലിന്യ നിക്ഷേപ കേന്ദ്രം ചേരിയാക്കാൻ ഭൂമാഫിയ ശ്രമിച്ചു. ഗത്യന്തരമില്ലാതെയാണ് പൊളിക്കൽ നടപടിയെന്ന് സർക്കാരിന്റെ വാദം. ഭൂമാഫിയക്കെതിരായുള്ള നടപടിയാണിതെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ വാദം. എന്നാൽ കൃത്യമായ രേഖകളുള്ള 1007 പേരെ ഒരു ബദൽ സംവിധാനവും ഒരുക്കാതെ തെരുവിലിറക്കിയത് നീതിയുക്തമാണോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കും മുജീബ് ടിറ്റിക്കുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.